Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും നമ്മുടെ ചാനൽ പുതിയ ഗീവുകളൊക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്ന് നമ്മുടെ ചാനലിൽ 13ാമത്തെ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. മെയ് 20-ാം തീയതി വരെയാണ് ഈ ഗീവ് അവേയുടെ സമയം. 21-ാം തീയതി നമ്മൾ വിന്നറെ തിരഞ്ഞെടുത്ത് ചാനലിൽ ഡിക്ലെയർ ചെയ്യുന്നതാണ്. ഈ ഗീവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ വീഡിയോയുടെ താഴെ, ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ Realme 6 ഗെയിമിംഗ് റിവ്യൂ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ താഴെയും ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഈ രണ്ട് വീഡിയോയുടെ താഴെ ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് പോസ്റ്റ് ചെയ്യണം. ഇത്ര മാത്രമാണ് ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് ചെയ്യേണ്ടത്. ഈ ഗിവ് അവേയുടെ വിന്നർക്ക് ലഭിക്കുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു വൗച്ചർ ആയിരിക്കും. ഗിവ് അവേയുടെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi Note 9 Proയുടെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ്. നമ്മൾ ഏകദേശം ഒരു മാസമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു മാസം നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ Redmi Note 9 Proയുടെ നമുക്ക് തോന്നിയ കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം നോക്കുന്നത് പോസിറ്റീവ് കാര്യങ്ങളാണ്. അതിനുശേഷം അവസാനം നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളും കൂടി നോക്കുന്നതാണ്. നമുക്ക് Redmi Note 9 Proയുടെ ഡിസൈൻ ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് പ്രീമിയം ഡിസൈനാണ് നമുക്ക് Redmi Note 9 Proയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് കമ്പാരിറ്റീവ്ലി ഈ ഒരു റേഞ്ചിൽ ഇറങ്ങുന്ന Realme 6 Proയ്ക്കൊക്കെ നമുക്ക് Gorilla Glass 3യുടെ പ്രൊട്ടക്ഷനാണ് അവൈലബിൾ ആയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ളൊരു ഡിസൈൻ തന്നെയാണ് നമുക്ക് Redmi Note 9 Proയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. നമുക്കപ്പോൾ വ്യൂയിങ് എക്സ്പീരിയൻസ് ആണെങ്കിലും നമുക്ക് സിനിമ ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. വേറെ ഇഷ്യൂ ഒന്നും നമുക്ക് അവിടെ ഡിസൈൻ ലെവലിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അത് നമ്മൾ കുറച്ച് ഉപയോഗിച്ച് തന്നെയാണ് അതിലേക്ക് നമ്മളൊന്ന് പക്കയാവുള്ളൂ. ആദ്യം എനിക്കും ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഇഷ്യൂസൊക്കെ പോയി. നല്ല രീതിയിൽ തന്നെ നമുക്ക് സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള പ്രശ്നവും നമുക്ക് അവിടെയില്ല. നമുക്കറിയാം Redmi Note 9 Proയിൽ Realme UI 11 ആണ് വരുന്നത്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ അവിടെയും നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെൻസറുകളെല്ലാം വളരെ പക്കയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. IR സെൻസറൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ TV മറ്റ് റിമോട്ട് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഡിവൈസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല രീതിയിലുള്ള സിഗ്നൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. വളരെ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ മറ്റ് സെൻസറുകൾ ഗൈറോ സെൻസർ ആണെങ്കിലും പ്രോക്സിമിറ്റി സെൻസർ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഡിവൈസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇഷ്യൂ ഒന്നും കണ്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് Redmi Note 9 Proയിൽ വരുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് കൂടുതൽ മെമ്മറി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡബിൾ മെമ്മറി കാർഡ് യൂസ് ചെയ്ത് നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെയും നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല. അതുപോലെ തന്നെ നല്ലൊരു റാം മാനേജ്മെൻറ്റ് നമുക്ക് Redmi Note 9 Proയിൽ കിട്ടുന്നുണ്ട്. നമുക്ക് മൾട്ടി ടാസ്കിങ്ങിനാണെങ്കിലും ഗെയിമിങ്ങിനാണെങ്കിലും നല്ലൊരു ഡിവൈസ് തന്നെയാണ് Redmi Note 9 Pro. നമുക്കൊരു ആവറേജ് ഗെയിമിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് Redmi Note 9 Proയിൽ കിട്ടുന്നത്. വലിയ ഇഷ്യൂ ഒന്നുമില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി മാർക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ Realme 6 Pro ആണെങ്കിലും Poco X2 ആണെങ്കിലും ഒക്കെ കുറച്ചും കൂടി നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് Redmi Note 9 Proയിൽ pubg HD ഗ്രാഫിക്സ് ലെവലിലും ഹൈ ഫ്രെയിം റേറ്റിലും നമുക്ക് കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. HDR Ultra HD ഓപ്ഷൻസ് ഒന്നും നമുക്ക് Redmi Note 9 Proയിൽ നിലവിൽ അവൈലബിൾ അല്ല. പിന്നെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ലൗഡ് സ്പീക്കറിലാണെങ്കിലും നല്ല രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആണെങ്കിലും ഫേസ് റെക്കഗ്നിഷൻ ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും നമുക്ക് യാതൊരുവിധ ഇഷ്യൂ, സ്ഥിരമായിട്ട് നമുക്ക് Redmi ഫോണുകളിലൊന്നും അത്ര ഇഷ്യൂസ് കാണാറില്ല. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല രീതിയിലുള്ള ഫാസ്റ്റ് റെക്കഗ്നിഷൻ തന്നെ നമുക്ക് അതിനകത്ത് പോസിബിൾ ആവുന്നുണ്ട്. നമുക്ക് ഓട്ടോ ബ്രൈറ്റ്നസ് ലെവലൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൺലൈറ്റ് വിസിബിലിറ്റിയും നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് വളരെ സൺലൈറ്റ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചില ഡിവൈസുകളിലൊക്കെ നമുക്ക് കുറച്ച് വിസിബിലിറ്റി ഇഷ്യൂസൊക്കെ കണ്ടിരുന്നു. പ്രത്യേകിച്ച് Realme 6 നമ്മൾ കണ്ടിരുന്നു. അത്തരം ഇഷ്യൂസ് ഒന്നും നമുക്ക് ഇവിടെ Redmi Note 9 Proയിലില്ല. ഇവിടെ കൃത്യമായിട്ടുള്ള വിസിബിലിറ്റി നമുക്ക് നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോണിന് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഫോൺ ഡുവൽ 4G വോൾട്ടി സപ്പോർട്ടഡ് ആണ്. അതും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്റേണൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഫെസിലിറ്റി നമുക്ക് Redmi Note 9 Proയിൽ അവൈലബിൾ ആണ്. നമ്മൾ ക്യാമറ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ സാംസങ്ങിൻ്റെ GW2 എന്ന മോഡൽ ക്യാമറയാണ് Redmi Note 9 Proയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് പെർഫോമൻസ് ഒരുവിധം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ച് ഡയലൈറ്റ് കണ്ടീഷനിലൊക്കെ നമുക്ക് നല്ല ഇമേജസ് ആണ് ലഭിക്കുന്നത്. നമുക്ക് 5020 mAh മാസീവ് ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് Redmi Note 9 Proയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഗെയിമിങ്ങിനാണെങ്കിലും ഒരുപാട് മൂവീസൊക്കെ കാണുന്ന ആൾക്കാർക്കാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്യാതെ തന്നെ ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് Redmi Note 9 Proയിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
നമുക്കിനി റെഡ്മി നോട്ട് 9 പ്രോയുടെ നെഗറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഏകദേശം 210 ഗ്രാം വെയിറ്റ് ആണ് നമുക്ക് റെഡ്മി നോട്ട് 9 പ്രോയ്ക്ക് വരുന്നത്. നമുക്ക് സാധാരണ ഇത്തരം ഒരു 15 രൂപ സെഗ്മെൻറ്റ് ഫോണുകളിൽ നമുക്കൊരു 180-190 ഗ്രാം വെയിറ്റ് ഒക്കെയാണ് വരാറുള്ളത്. അപ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലായിട്ട് നമുക്ക് റെഡ്മി നോട്ട് 9 പ്രോയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട്. പൊതുവെ റിയൽമി 6 ആണെങ്കിലും റിയൽമി 6 പ്രോ ആണെങ്കിലും സാംസങ് M31 ഒക്കെ കുറച്ചും കൂടി വെയിറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് അത് വലിയ നെഗറ്റീവ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ചെറിയൊരു വെയിറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഫോൺ കയ്യിൽ പിടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല, അത് അത്ര വലിയ ഇഷ്യൂ ആക്കാനൊന്നുമില്ല. എന്നാലും ചെറിയൊരു നെഗറ്റീവ് സൈഡാണ്, കുറച്ച് വെയിറ്റ് കൂടുതലാണെന്നുള്ളത്. അത് ചിലർക്ക് ആ ഒരു ഫീൽ കിട്ടും, ആ വെയിറ്റ് കൂടുതലാണെന്നുള്ളത് ഫോൺ എടുക്കുമ്പോൾ തന്നെ ഒരു ഫീൽ കിട്ടും. അത്തരം ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്, അത്ര മാത്രമാണ് ഇഷ്യൂ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമുക്ക് റെഡ്മി ഫോണുകളിൽ കണ്ടുവരുന്ന ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. ഒരു 40 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 41 ഡിഗ്രി വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിക്കുമ്പോൾ ഹീറ്റാവുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓഫീസിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം 40-41 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഓഫീസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചർ 27 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ അതിന് മേലെ ഉള്ളൊരു സ്ഥലത്താണ് ഈ ഡിവൈസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലർക്കും ടെസ്റ്റ് ചെയ്തപ്പോൾ 44 ഡിഗ്രി 45 ഡിഗ്രി വരെ ഫോൺ ചൂടാവുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അത് സ്ഥിരമായിട്ട് റെഡ്മി ഫോണുകളിലുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ റെഡ്മി നോട്ട് 9 പ്രോയ്ക്കും നല്ലൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതും ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചാർജറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ റിയൽമി ഒക്കെ 30 വോട്ടിൻ്റെയും 27 വോട്ടിൻ്റെയും ഒക്കെ ചാർജറാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് 18 വോട്ട് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടറാണ്, ഓൾമോസ്റ്റ് ഓക്കെ ആണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു 30 വോട്ട് ഫാസ്റ്റ് ചാർജറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയേനെ. കാരണം 5020 mAh ബാറ്ററി ഉണ്ട്, അതിനോടൊപ്പം ഒരു 30 വോട്ട് ഫാസ്റ്റ് ചാർജറും കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചേനെ. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് നമ്മളിവിടെ, വലിയൊരു നെഗറ്റീവ് ഒന്നുമല്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നെഗറ്റീവായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചത്. വളരെ കുറവ് നെഗറ്റീവ്സ് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഒരുവിധ ഇഷ്യൂ നമുക്ക് റെഡ്മി നോട്ട് 9 പ്രോ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യണം. റെഡ്മി നോട്ട് 9 പ്രോ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതും ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ആഴ്ചയും നടത്തുന്ന ഗിവ്വേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.